നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ടല്ലേ? പക്ഷെ ഒരു ചോദ്യം, ആ സ്തുതി പൂർണ്ണ ഹൃദയത്തോടെയാണോ? പ്രത്യേകിച്ച് ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, സങ്കടങ്ങളൊന്നും ഇല്ലാതെ, എല്ലാം സ്മൂത്തായി പോകുന്ന സമയങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവത്തെ സ്തുതിക്കുന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണ ഹൃദയത്തോടെയാണോ എന്ന്. സങ്കീർത്തനങ്ങളിൽ ദാവീദ് പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ദാവീദ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയുമോ? ദാവീദിന്റെ ലൈഫ് നോക്കിയാൽ രാജാവായിരുന്നെങ്കിലും സന്തോഷം മാത്രം നിറഞ്ഞൊരു ലൈഫായിരുന്നില്ല. അവൻ തകർച്ചകൾ അനുഭവിച്ചു, ഒറ്റപ്പെടലുകൾ ഉണ്ടായി, വഞ്ചിക്കപ്പെട്ടു, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു, സ്വന്തം മക്കൾ പോലും അവന്റെ എതിരാളികളായി മാറി. പക്ഷെ എന്നിട്ടും ദാവീദ് പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും. അതെന്തുകൊണ്ടായിരിക്കും? കാരണം ദാവീദിന് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, അവനൊരു പെർഫെക്റ്റ് മനുഷ്യനല്ലെങ്കിലും എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നതെന്ന്. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാകുന്നുവെന്ന് അവൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ബൈബിളിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവരാരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നില്ല. പക്ഷെ അവരൊക്കെയും അവരുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചവരായിരുന്നു. ജീവിതം ചിലപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും പോലും അറിയാതെ കൺഫ്യൂസ്ഡ് ആകാം. പ്രാർത്ഥിക്കുന്നതെല്ലാം വെറുതെയാണെന്നും ഇതിനൊന്നും മറുപടി ലഭിക്കുന്നില്ലെന്നും ഒക്കെ തോന്നിയേക്കാം. ബട്ട് ട്രസ്റ്റ് ഹിം ബ്ലൈൻഡ്ലി. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനും അവനോട് കൂടുതൽ അടുത്ത് നടക്കുവാനും നമ്മുടെ സ്വന്തം വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം ലെറ്റ് ഹിം ലീഡ് അസ്. അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി. സാഹചര്യങ്ങൾ നല്ലതായാലും മോശമായാലും നമ്മുടെ സ്തുതി സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല, ദൈവത്തിൻ്റെ മഹത്വത്തെയും വിശ്വസ്തതയും ആശ്രയിച്ചായിരിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്തുതിക്കാം, കാരണം അവൻ നമ്മുടെ സ്തുതിക്ക് യോഗ്യനാണ്.